ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ എന്താണ് ചിന്തിച്ചിട്ടുള്ളത് എന്നൊന്ന് നോക്കാം. ഒന്നാം അധ്യായത്തിൽ വിരാട് സ്വരൂപത്തെ വർണ്ണിച്ചു. പിന്നീട് രണ്ടാം അധ്യായത്തിൽ സദ്യോമുക്തിയും ക്രമമുക്തിയും വർണ്ണിക്കുകയാണ്. ഈ വിരാട് സ്വരൂപത്തെ ഉപാസിച്ചതിൻ്റെ ഫലമായി പണ്ട് ബ്രഹ്മാവ് നഷ്ടപ്പെട്ടുപോയ സ്മരണയെ ഈ വിധത്തിലുള്ള ധാരണയാൽ സന്തോഷിച്ച ശ്രീഹരിയിൽ നിന്ന് വീണ്ടും നേടിയിട്ട് തെറ്റാത്ത കാഴ്ചപ്പാടോടും ഉറച്ച ബുദ്ധിയോടും കൂടി പ്രളയത്തിനു മുൻപ് ഏത് പ്രകാരത്തിലായിരുന്നോ അതേ വിധത്തിൽ ഈ ലോകത്തെ സൃഷ്ടിച്ചു. ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ വൈരാജ ധാരണയുടെ അവാന്തര ഫലമാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. ഏവം പുരാ ധാരണയാത്മയോനിർനഷ്ടാം സ്മൃതിം പ്രത്യവരുദ്ധ്യ തുഷ്ടാൽ തഥാ സസർജേതം അമോഘദൃഷ്ടിർ യഥാപ്യയാത് പ്രാഗ് വ്യവസായ ബുദ്ധി. ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് തപസ്സുകൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിച്ച് പ്രളയകാലത്ത് നഷ്ടപ്പെട്ട സ്മൃതി വീണ്ടും നേടുകയുണ്ടായി. അങ്ങനെ യഥാപൂർവം സൃഷ്ടികർമ്മത്തിൽ പ്രാവീണ്യം നേടി. എന്നാൽ ഫലകാംക്ഷ കൂടാതെ ശുദ്ധാത്മധാരണയാണ് ഭക്തിയോഗത്തിൻ്റെ ലക്ഷ്യം എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇതുകൂടി കരുതിക്കൊണ്ടാണ് കർമ്മഫല നിന്ദയിലൂടെ വിഷയവൈരാഗ്യം ജനിപ്പിക്കുന്നതിനായിട്ട് ശ്രീശുക ബ്രഹ്മർഷി തുടർന്ന് ശ്രമിക്കുന്നത്. ശാബ്ദസ്യ ഹി ബ്രഹ്മണി ഏഷ പന്ഥ എന്നാമഭിർധ്യായത്തെ ധീരവാർത്ഥൈഃ പരിഭ്രമം തത്ര ന വിന്ദതേർത്ഥാൻ മായാമയേ വാസനയാ ശയാന. ശാബ്ദസ്യ ബ്രഹ്മണപന്ഥ ഏഷ ഹി. ശബ്ദപ്രധാനമായ വേദത്തിൻ്റെ ബോധന രീതി ഇതാണല്ലോ. അപാർത്ഥൈഹി അർത്ഥശൂന്യങ്ങളായ നാമഭി ഓരോന്നിൻ്റെ പേരുകളാൽ ധീ ബുദ്ധി ധ്യായതി അതാതിങ്കൽ ഉറച്ചു പോകുന്ന വിധത്തിൽ മായാമയേ വെറും മായ മാത്രമായ യത് അത് തന്നെ തത്ര അവയിൽ പരിഭ്രമൻ ഉഴറിക്കൊണ്ട് വാസനയാ കർമ്മവാസനയാൽ ശയാന കിനാവ് കണ്ട് കിടക്കുന്നവർ അർത്ഥാൻ വാസ്തവിക അർത്ഥങ്ങളെ ആ വിന്ദതയെ പ്രാപിക്കുന്നില്ല. നമ്മുടെ പ്രമാണം വേദമാണ്. വേദമാർഗമാണ് നാം സ്വീകരിക്കുന്നത്. ആ വേദത്തിൻ്റെ സമ്പ്രദായം തമോ ഗുണത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന നമ്മളെ ലേശം ഉയർത്താണ്. ഇത് വേദത്തിൻ്റെ സമ്പ്രദായമാണ്. ഇത് വേദത്തിൻ്റെ സമ്പ്രദായമാണെന്നറിയാതെ കർമ്മത്തിൽ മാത്രം ഭ്രമിച്ച് കർമ്മം ചെയ്ത് കർമ്മവാസനയിൽ കുടുങ്ങി മുക്തിയിൽ നിന്ന് അകന്നു പോകുന്നു അധികം ആളുകളും. സ്വർഗം ആദിയായ നശ്വര സുഖങ്ങളെ ഫലം എന്ന് നിർദ്ദേശിച്ച്
മനുഷ്യനിൽ കർമ്മ താൽപ്പര്യം വളർത്തുന്ന രീതി, അതാണ് വേദം അവലംബിക്കുന്നത്. കർമ്മവാസന കൊണ്ട് മനുഷ്യൻ അതിൽ പെട്ടുപോകുന്നു. ശാശ്വത സുഖപ്രാപ്തിയിൽ നിന്ന് അകലാൻ അത് കാരണമാകുന്നു. സ്വർഗകാമോ യജേത, യാഗം ചെയ്താൽ സ്വർഗം കിട്ടും എന്നൊക്കെ ഫലങ്ങളെ കാണിച്ച് നമ്മുടെ കർമ്മശ്രദ്ധ വളർത്താനായിട്ട് ശ്രമിക്കുകയാണ്. വേദം ഇങ്ങനെ കർമ്മഫലത്തെ ഉദ്ഘോഷിക്കുന്നത് മനുഷ്യനെ കർമ്മനിരതനാക്കാൻ വേണ്ടിയാണ്. അത കവിർനാമസു യാവദർത്ഥ സ്യാദപ്രമത്തോ വ്യവസായ ബുദ്ധി സിദ്ധേന്യഥാർത്ഥേ നയതേത തത്ര പരിശ്രമം തത്ര സമീക്ഷമാണ്. അതുകൊണ്ട് വിവേകിയായ മനുഷ്യൻ, കവി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്, നാമമാത്രമായ ഭോഗ്യവസ്തുക്കളിൽ ശരീര നിർവഹണത്തിന് എന്തുമാത്രം വേണ്ടി വരുന്നുവോ അതുമാത്രം സ്വീകരിച്ചുകൊണ്ട്, എന്നാൽ അതിൽ പോലും ആസക്തനാകാതെ വ്യവസായ ബുദ്ധിയായി ഇതല്ല പരമസുഖം എന്ന നിശ്ചയബുദ്ധിയോടുകൂടിയവനായിട്ട് ശരീര നിർവഹണം സാധിക്കേണ്ടതുണ്ട്. അത്യാവശ്യം കഴിഞ്ഞുകൂടാൻ വേണ്ടത് മാത്രമേ ഒരു വിവേകി സമ്പാദിക്കാവൂ. സൗകര്യങ്ങൾ കൂടുതൽ തേടി അതിൻ്റെ പിറകെ പോയി ലക്ഷ്യം മറക്കരുത്. ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. ലക്ഷ്യം മുക്തിയാണ്. ആത്യന്തികമായിട്ടുള്ള ആനന്ദപ്രാപ്തിയാണ് നമ്മുടെ ലക്ഷ്യം. തൽക്കാലത്തേക്കുള്ള സുഖങ്ങളല്ല, തൽക്കാലത്തേക്കുള്ള സുഖങ്ങളാണ് സ്വർഗമൊക്കെ. സ്വർഗത്തിലെത്തിയാൽ പിന്നെ എല്ലാ കാലവും ഇരിക്കാൻ പറ്റുമെങ്കിൽ തിരക്കില്ല. പക്ഷേ അങ്ങനെയല്ല. സ്വർഗത്തിലെത്തിയാൽ ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി. പുണ്യം തീർന്നാൽ വീണ്ടും മർത്യലോകത്തിലേക്ക് തന്നെ വരണം, വീണ്ടും കഷ്ടപ്പെടണം, വീണ്ടും ക്ലേശങ്ങൾ അനുഭവിക്കണം. അതുകൊണ്ട് ആ സ്വർഗമൊന്നുമല്ല നമ്മുടെ പരമലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം മുക്തിയാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്. ഈശ്വരനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണ്ട. നഹിസ പുനരാവർത്തതേ എന്ന് വേദം പറയുന്നു. അവിടെ എത്തിയാൽ പിന്നെ തിരിച്ചു വരണ്ട. അതുകൊണ്ട് സൗകര്യങ്ങൾ കൂടുതൽ നോക്കി അതിൻ്റെ പിന്നാലെ ഓടി ലക്ഷ്യം മറക്കരുത്. അങ്ങനെ ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാടിനെ അറിഞ്ഞുകൊണ്ട് ഫലത്തിലുള്ള കാംക്ഷ വെടിഞ്ഞുകൊണ്ട് വേണം നാം കഴിയുക. സത്യാംക്ഷിതോ കിം കശിപോ പ്രയാസൈർബാഹോ സ്വസിദ്ധേഹ്യുപബർഹണേ കിം സത്യഞ്ജലോ കിം പുരുധന്നപാത്ര്യാ ദിഗ്വൽക്കരാദോ സതി കിം ദുകൂലൈഃ. ക്ഷിതൗ സത്യാം, കിടക്കുവാൻ നിലമുള്ളപ്പോൾ, കശിപോ കിടക്കയുടെ, പ്രയാസൈഹി സമ്പാദനത്തിനു വേണ്ടിയുള്ള ആയാസങ്ങൾ കൊണ്ട്, കിം എന്ത് കാര്യം. കിടക്കാൻ നിലമുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് കിടക്ക തേടി പോകുന്നത്? ഇത് തന്നെ ധാരാളമാണ്. സ്വസിദ്ധേഹി ബാഹവു, സ്വാഭാവികമായി തന്നെ കൈത്തണ്ടയുള്ളപ്പോൾ, ഉപബർഹണൈഹി കിം തലയണ കൊണ്ട് എന്ത് കാര്യം? ആ കൈ മടക്കി വെച്ച് അതിന്മേൽ തല വെച്ച് കിടന്നാൽ പോരെ? അഞ്ജലോ സതി, കൈക്കുമ്പിൾ ഉണ്ടായിരിക്കെ, പുരുധ പലവിധം, അന്നപാത്ര്യ അന്നപാത്രം കൊണ്ട്, കിം എന്ത് പ്രയോജനം? നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഈ കൈക്കുമ്പിളിൽ കിട്ടുന്നത് അത് മതി, അതുകൊണ്ട് കഴിയണം. എന്തിനാണ് വെറുതെ പല പാത്രങ്ങളും തേടിപ്പോകുന്നത്? ദിക് വൽക്കലാദൗ സതി, ദിക്കും മരവിരിയും ആദിയായ
ആച്ഛാദനങ്ങൾ ഉള്ളപ്പോൾ ദുകൂലേഹി വസ്ത്രങ്ങളാൽ കിം കാര്യമെന്ത്? നമ്മൾ എന്തിനാണ് ഈ പട്ടുവസ്ത്രം അന്വേഷിച്ച് നടക്കുന്നത്? മനുഷ്യ മനസ്സിലെ മോഹങ്ങൾക്ക് അറുതിയില്ല. ആ മോഹങ്ങൾ നിറവേറ്റാനായി പല വിധത്തിലും ശ്രമിച്ചു നോക്കും. ധാർമ്മികമായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അധാർമികമായിട്ട് ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ശ്രമിക്കും. അങ്ങനെ മനുഷ്യന് മനസ്സ് കലുഷമാകുന്നു. അങ്ങനെയാണ് പാപം വന്നു പറ്റുന്നത്. ഈശ്വരനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദുഃഖിതനായി കഴിയേണ്ടി വരുന്നു. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളെ അത്യധികം ആശ്രയിക്കരുത്. ചീരാണിക്കും പഥിന സന്ധി ദിശന്തി ഭിക്ഷാം നൈവാഘ്രിപാ പരഭൃതസരിതോപ്യശുഷ്യൻ രുദ്ധാഗുഹ കിമജിതോവതിനോപസന്നൻ കസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്ധൻ. വഴിയിൽ ചിലപ്പോൾ അവിടെ കീറത്തുണികൾ കാണാറുണ്ട്. അന്യരെ പോറ്റുന്ന വൃക്ഷങ്ങൾ ഫലങ്ങൾ നൽകി നമ്മെ സഹായിക്കുന്നു. നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണത്തിന് ഫലങ്ങൾ നൽകുന്നു. ചുറ്റുമുള്ള പുഴകളിൽ ധാരാളം ജലമുണ്ട്. അവ നമുക്കിഷ്ടം പോലെ കോരി കുടിക്കാം. ഗുഹകൾ തുറന്നു തന്നെയാണ് കിടക്കുന്നത്. അഭയം നൽകുന്നവർക്ക് ഭഗവാൻ അഭയം നൽകുന്നു. പിന്നെ എന്തിനാണ് വിവേകികൾ ധന ദുർമദാന്ധരെ സേവിക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വിവേകികൾ വിഷയവിരക്തി നേടിയെടുക്കണം. ജീവസന്ധാരണത്തിന് പ്രകൃതിദത്തമായ സൗകര്യം മതി എന്ന് നിശ്ചയിക്കണം. ഏവം സ്വജിത്തെ സ്വത ഏവ സിദ്ധ ആത്മാ പ്രിയോർത്ഥോ ഭഗവാനനന്ദ തം നിർവൃതോ നിയതാർത്ഥോ ഭജേത സംസാരഹേതു പരമശ്ചേത്ര കസ്താം ത്വനാദൃത്യ പരാനുചിന്താമൃതേ പശൂനസതീം നാമയുഞ്ജാത പശ്യഞ്ജനം പതിതം വൈതരണ്യം സ്വകർമ്മജാൻ പരിതാപാൻ ജുഷാണം. ഇങ്ങനെ വിരക്തിയിലെത്തിയാൽ സ്വന്തം ഹൃദയത്തിൽ സ്വതേ തന്നെ ഉള്ളതും ആത്മാവായി പ്രിയങ്കരനായി സത്യമൂർത്തിയായി ഭജനീയ ഗുണാന്വിതനായി നിത്യനായി വർത്തിക്കുന്ന ഈശ്വരനുണ്ടല്ലോ, ആ ഭഗവാനെ സുനിശ്ചിതമായ രൂപത്തോടു കൂടിയവനായും ആനന്ദാനുഭൂതിയുള്ളവനായും ഭാവിച്ചുകൊണ്ട് ഭജിച്ചുകൊള്ളൂ. അങ്ങനെ ഭജിക്കുന്നത് കൊണ്ട് ജനന മരണ ക്ലേശത്തിന് നിദാനമായ അജ്ഞാനത്തെ അകറ്റാൻ സാധിക്കും. മൃഗങ്ങളെ മാറ്റി നിർത്താം. സംസാരസാഗരത്തിൽ പെട്ടുഴലുന്ന താപത്രയത്തെ അനുഭവിക്കുന്ന ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും തന്നെ പരമാത്മ ചിന്തനത്തെ ആദരിക്കാതെ വിഷയചിന്തയെ സ്വീകരിക്കുകയില്ല. ഈശ്വരനിൽ നിന്ന് മനസ്സ് തെന്നി മാറാതിരിക്കേണ്ടതിനായി ഏത് പ്രകാരമാണ് ധ്യാനിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ് തുടർന്നുള്ള 12 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ. കേചിത് സ്വദേഹാന്തർഹൃദയാവകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കഞ്ചരധാംഗശംഖഗദാധരം ധാരണയാ സ്മരന്തി പ്രസന്നവക്ത്രം നളിനായ തേക്ഷണം കദംബകിഞ്ചൽക്കവിശങ്കവാസസം രസന്മഹാരത്നഹിരണ്മയാംഗദം സ്ഫുരന്മഹാരത്നകിരീടകുണ്ടലം ഉന്നിദ്രഹൃത്പങ്കജകർണികാലേ യോഗേശ്വരാസ്ഥാപിതപാദപല്ലവം ശ്രീലക്ഷ്മണം കൗസ്തുഭരത്നകന്ധരമമ്ലാനലക്ഷ്മ്യാ
വനമാലയാചിതം വിഭൂഷിതം മേഖലയാങ്കുലീയകൈർമഹാധനേർനൂപുരകങ്കണാദിഭി സ്നിഗ്ധാമലകുഞ്ചിത നീലകുന്തളേർ വിരോചമാനാനനഹാസപേശരം അധീനലീലാഹൃതേക്ഷണോല്ലസത് ഭ്രൂഭംഗ സംസൂചിത ഭൂരി അനുഗ്രഹം ഈക്ഷേത ചിന്താമയമേനമീശ്വരം യാവൻ മനോ ധാരണയാവതിഷ്ഠതേ. സ്വശരീരത്തിനകത്തുള്ള ഹൃദയാകാശത്തിൽ കേവലം ഒരു ചാൺ മാത്രം വലിപ്പം ഉള്ള രൂപം പൂണ്ടവനും 4 കൈകളിലായി താമര, ചക്രം, ശംഖ്, ഗദ എന്നിവ ധരിച്ച് മന്ദസ്മേരമുഖനായി താമര ദളത്തിന് തുല്യമായ നീണ്ട നേത്രങ്ങളോടുകൂടിയവനായി കദംബ കേസര വർണ്ണമുള്ള മഞ്ഞ നിറമാർന്ന ഉടയാടയണിഞ്ഞ് അതിമനോഹരങ്ങളായ രത്നങ്ങൾ പതിച്ച സ്വർണ്ണനിർമ്മിതമായ തോൾവളകളണിഞ്ഞ് മിന്നിത്തിളങ്ങുന്ന രത്ന കിരീട കുണ്ടലങ്ങളണിഞ്ഞ് വികസിതമായ ഹൃദയകമലത്തിൻ്റെ കർണികാരത്തിൽ യോഗാചാര്യന്മാരാൽ പ്രതിഷ്ഠിതമായ പാദ പല്ലവങ്ങളോടു കൂടിയവനായി ശ്രീവത്സംഗീതനായി കണ്ഠത്തിൽ കൗസ്തുഭരത്നം ചാർത്തിയവനായി വാടാത്ത കാന്തി കലർന്ന വനമാലയണിഞ്ഞ് ഉദരബന്ധം കൊണ്ടും വിരൽ മോതിരങ്ങൾ കൊണ്ടും വിലയേറിയ കാൽച്ചിലങ്കകൾ, വളകൾ എന്നിവ കൊണ്ടും അലങ്കൃതനായി മിനുത്ത് നിർമ്മലമായി ചുരുണ്ട നീലാളകങ്ങളാൽ പ്രശോഭിതമായ തിരുമുഖത്തിൽ മന്ദഹാസം കൊണ്ട് മനോഹരമായി ഉദാരമായ കളിപ്പുഞ്ചി ചേർന്ന കടാക്ഷ വീക്ഷണത്താൽ ഉല്ലസിക്കുന്ന പുരിക ചലനങ്ങളാൽ സൂചിപ്പിക്കുന്ന അനേകം അനുഗ്രഹങ്ങളോടുകൂടിയ ആ ശ്രീഹരിയെ ധാരണയോടെ സ്മരിക്കുക. ഏകൈകശോങ്കാനി ധിയാനുഭാവേത് പാദാദയാവദ്ധസിതം ഗദാഭൃത ജിതം ജിതം സ്ഥാനമപോഹ്യ ധാരയേത് പരം പരം ശുദ്ധ്യതി ധീർ യഥാ യഥാ യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗ താവസ്തവീയ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രേതസ്മരേത. ശ്രീഹരിയുടെ പാദം തുടങ്ങി തിരുമുഖം വരെയുള്ള അവയവങ്ങൾ ഓരോന്നായി സ്വന്തം ബുദ്ധി കൊണ്ട് ധ്യാനിച്ച് ഉറപ്പിച്ച് ബുദ്ധി ശുദ്ധീഭവിക്കുന്നതിനനുസരിച്ച് എളുപ്പത്തിൽ പ്രസ്ഫുരിതമായ അവയവത്തെ ഉപേക്ഷിച്ച് പിന്നീട് അതിനും മുകളിലുള്ളതിനെ ധ്യാനിച്ചുറപ്പിക്കണം എന്ന് വീണ്ടും വ്യക്തമാക്കുന്നു. പാദാദി കേശം ധ്യാനിക്കുക, നിർത്തരുത്. കേശാദിപാദം ധ്യാനിക്കുക, ഓരോ അവയവങ്ങളായി ധ്യാനിക്കുക. ഇങ്ങനെ എത്ര കാലം ധ്യാനിക്കണം? ഏകാഗ്രത ലഭിക്കുന്നത് വരെ. കാണുന്നതൊക്കെ ഭഗവാൻ, കാണുന്നതൊക്കെ ബ്രഹ്മം എന്നറിയാവുന്നത് വരെ ഈ ധ്യാനം തുടരണം. പരമദേവന്മാരായ ബ്രഹ്മാദികൾക്ക് പോലും മുകളിലുള്ള സർവനിയന്താവും സർവസാക്ഷിയുമായ ആ ശ്രീഹരിയിൽ ആത്യന്തികമായ പ്രേമം ഉളവാകാതിരിക്കുന്നിടത്തോളം ഭഗവാന്റെ സ്ഥൂലതരമായ രൂപത്തെ നിത്യകർമാനുഷ്ഠാനാനന്തരം ഏകാഗ്രമാനസനായി ധ്യാനിക്കണം എന്നാണ് ശുകമുനി രാജാവിനെ ധരിപ്പിക്കുന്നത്. ഇന്ദ്രിയജയം സാധിച്ച യോഗി ഏത് സമയത്താണോ ദേഹത്തെ വെടിയുവാൻ ആഗ്രഹിക്കുന്നത് ആ നേരത്ത് കാലദേശാദികളെക്കുറിച്ചും ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല. സ്ഥിരവും സുഖകരവുമായ വിധം ഇരിപ്പുറപ്പിച്ച് പ്രാണനെ നിയന്ത്രിക്കേണ്ടതാണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം തുടർന്നുള്ള 5 ശ്ലോകങ്ങൾ കൊണ്ട് ദേഹത്യാഗം ചെയ്ത്
സദ്യോമുക്തി സാധിപ്പാൻ ആഗ്രഹിക്കുന്ന യോഗി എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ്. ശരീര ത്യാഗം ചെയ്ത് മുക്തനാകുവാൻ ഉത്തരായണാദി കാലവിശേഷമോ പുണ്യക്ഷേത്ര സങ്കേതാദി ദേശവിശേഷമോ ഒന്നും നോക്കേണ്ടതില്ല. യോഗ സാധനങ്ങൾ മാത്രമാണ് അവലംബിക്കേണ്ടത്. സ്വബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കി ബുദ്ധിയെ ജീവനിൽ ഉറപ്പിക്കണം. ജീവനെ അന്തരാത്മാവിലും അന്തരാത്മാവിനെ പരമാത്മാവിലും യോജിപ്പിച്ച ധീരനായ യോഗി പരമശാന്തനായി കർത്തവ്യങ്ങളിൽ നിന്ന് വിരമിക്കണം. പരമാത്മ സ്വരൂപത്തിൽ ദേവകൾക്കും കൂടി അധീശത്വമുള്ള കാലശക്തി പോലും നിയന്താവല്ല. ലോക നിയന്താക്കളായ ദേവന്മാർ ഗുണത്രയങ്ങൾ ഉള്ളവരായിരിക്കെ ആത്മസ്വരൂപത്തിൽ സത്വഗുണമില്ല, രജോ ഗുണമില്ല, തമോ ഗുണവുമില്ല, അഹങ്കാരമില്ല, മഹത്തത്വമോ മൂലപ്രകൃതിയോ ഇല്ല. പരംപദം വൈഷ്ണവമാമനന്തി തദ് എന്നേതി നേതീത്യ തദുൽസിസൃക്ഷവ വിസൃജ്യ ദൗരാത്മ്യമനന്യ സൗഹൃദ ഹൃദോപഗുഹ്യാർഹപദം പദേ പദേ. യോഗിമാർ ദേഹാത്മഭാവത്തെ വിട്ടുകളഞ്ഞ് പരമപൂജ്യനായ ശ്രീഹരിയുടെ പാദത്തെ ഉള്ളുകൊണ്ട് പുണർന്ന് മറ്റൊന്നിലും താല്പര്യമില്ലാത്തവരായി ആ വിഷ്ണു സംബന്ധമായ സ്ഥാനത്തെ, നിരുപാധികമായ ആനന്ദധാമത്തെ പരമോത്കൃഷ്ടമായി കരുതുന്നു. യോഗ സാധന കൊണ്ട് മനസ്സിനെ ബുദ്ധിയിലും ബുദ്ധിയെ ക്ഷേത്രജ്ഞനിലും ക്ഷേത്രജ്ഞനെ അന്തരാത്മാവിലും ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ യോഗിക്ക് കൃത്യമൊന്നുമില്ല. അവൻ അന്തിമമായ പ്രാപ്യസ്ഥാനത്തിൽ നിരുപാധികമായ ആനന്ദത്തിൽ എത്തി മുക്തനായിത്തീരുന്നു. പിന്നെ കാലത്തിനോ പ്രകൃതിക്കോ വിധേയനാകുന്നില്ല. ഈ ശാശ്വതാവസ്ഥയാണ് വിഷ്ണുപദം. യോഗി സദ്യോമുക്തനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആജ്ഞാചക്രത്തിൽ അല്പനേരം വായുഗതിയെ നിയന്ത്രിച്ചു നിർത്തി ബ്രഹ്മാത്മൈക്യം വരുത്തി സഹസ്രാരചക്രം എന്ന ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ദേഹേന്ദ്രിയാദികളെ വിട്ടുപോകണം. അതല്ലെങ്കിൽ ക്രമമുക്തിക്കുള്ള മാർഗങ്ങളാണ് തുടർന്ന് വർണ്ണിക്കുന്നത്. ഷഡ്ചക്രഭേദനം കൊണ്ട് യോഗി ശരീരത്യാഗം ചെയ്യുന്നത് എങ്ങനെയെന്ന് വിവരിക്കുന്നു. ഈ യോഗചര്യയുടെ അവസാന പരിണാമമാണ് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. അഷ്ടസിദ്ധികൾ കൊണ്ട് ആകാശചാരികളുടെ ക്രീഡാസ്ഥാനത്തിലേക്കോ ബ്രഹ്മലോകത്തേക്കോ എത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മനസ്സോടും ഇന്ദ്രിയങ്ങളോടും കൂടി തന്നെയാണ് പോകേണ്ടത് എന്ന് 22-ാം ശ്ലോകം സൂചിപ്പിക്കുന്നു. യോഗേശ്വരാണാം ഗതിമാഹുരന്തർബഹിസ്ത്രിലോക്യ പവരാന്തരാത്മനം ന കർമ്മഭേസ്താം ഗതിമാപ്നുവന്തി വിദ്യാ തപോ യോഗസമാധിഭാജം. 23-ാമത്തെ ഈ ശ്ലോകം മുതൽ ക്രമമുക്തി ലഭിക്കുന്നത് എങ്ങനെ എന്ന് വർണ്ണിക്കുകയാണ്. ഉപാസന, തപസ്യ, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്നിങ്ങനെ അഷ്ടാംഗ യോഗ സ്വാധീനത, ജ്ഞാനം എന്നിവയെ അവലംബിച്ചവരും വായുവിൽ ഉൾച്ചേർന്ന സൂക്ഷ്മ ശരീരത്തോടു കൂടിയവരുമായ
പരമയോഗികൾക്ക് 3 ലോകങ്ങളുടെ പുറത്തുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു. കർമ്മങ്ങൾ കൊണ്ട് അത്തരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുകയില്ലെന്ന് 23-ാം ശ്ലോകം വ്യക്തമാക്കുന്നു. ശിശുമാരം എന്നുപേരുള്ള ശ്രീഹരിയുടെ ജ്യോതിഷ് ചക്രത്തിലേക്കുള്ള പ്രയാണത്തിൽ ജ്യോതിസായി ദേഹത്തിൻ്റെ ഉള്ളിലും പുറത്തും വ്യാപിച്ചിട്ടുള്ള സുഷുമ്ന എന്ന നാഡിയിലൂടെ ആകാശത്തിൽ കൂടി ബ്രഹ്മലോക മാർഗത്തിലൂടെ കടന്ന് ആഗ്നേയ ലോകത്തെത്തി അവശേഷിച്ച മാലിന്യത്തെ കൂടി അവിടെ ദഹിപ്പിച്ച് കളഞ്ഞ് ആ ഉപരിഭാഗത്തെത്തുന്നതായാണ് വിസ്തരിക്കുന്നത്. ക്രമമുക്തിയെ കാക്ഷിക്കുന്ന യോഗിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അവൻ സ്ഥൂല ദേഹത്തെ ഉപേക്ഷിക്കുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന സൂക്ഷ്മ ദേഹത്തെ ഉപേക്ഷിക്കുന്നില്ല. അഷ്ടസിദ്ധികൾ അവന് സ്വാധീനമാണ്. ബ്രഹ്മാണ്ടത്തിൽ സർവത്ര ഇഷ്ടം പോലെ വിഹരിക്കാനും ബ്രഹ്മലോകം വരെ എത്തുവാനും സാധിക്കും. ഈ യോഗി സ്ഥൂല ശരീരം വിട്ട് സൂക്ഷ്മ ശരീരിയായി ഉയർന്ന് ബ്രഹ്മലോകത്തിലേക്ക് പ്രയാണം ആരംഭിക്കുന്ന സമയത്ത് ആദ്യം അഗ്നി ലോകത്തിലെത്തി പൂർണ്ണ വിശുദ്ധനായി ഭഗവാന്റെ ശിശുമാര ചക്ര ജ്യോതിസ്ഥലത്തെത്തുന്നു. സൂര്യാദികൾ തുടങ്ങി ധ്രുവപര്യന്തമുള്ള നക്ഷത്ര രാശികളെ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ജ്യോതിശ്ചക്രത്തിനും ഉപരിഭാഗത്ത് മഹർ ലോകമാണ് പ്രാപ്യസ്ഥാനം. ബ്രഹ്മദേവൻ്റെ അടുത്തെത്തി ബ്രഹ്മദേവൻ്റെ കൂടെ കുറച്ച് കാലം കഴിഞ്ഞ് കൽപ്പാന്തത്തിൽ ബ്രഹ്മദേവനോടൊത്ത് പരമാത്മപദം പ്രാപിക്കുകയാണ് ഈ യോഗി. ഇതാണ് ക്രമമുക്തി. വേദത്തിൽ സദ്യോമുക്തിയെന്നും ക്രമമുക്തിയെന്നും 2 വിധത്തിലുള്ള മോക്ഷമാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതിനെയാണ് മഹർഷി ചൂണ്ടിക്കാട്ടിയത്. സദ്യോമുക്തി എന്ന് പറഞ്ഞാൽ അത് ശുഖമാർഗം എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ സങ്കല്പിക്കുക, 2 മരങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നു. അതിലൊരു മരത്തിൽ ഒരു കൊമ്പിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്, ഒരു ഉറുമ്പും ഉണ്ട്. 2 പേർക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള വൃക്ഷത്തിൻ്റെ കൊമ്പിലേക്ക് മാറണം. ഇരിക്കുന്ന കൊമ്പിൽ നിന്ന് അടുത്ത വൃക്ഷത്തിൻ്റെ കൊമ്പിലേക്ക് മാറണം. അതിനാർക്കാണ് എളുപ്പം? സംശയമില്ല, പക്ഷിക്കാണ് എളുപ്പം. ഇരിക്കുന്ന കൊമ്പിൽ നിന്ന് പറന്ന് തൊട്ടപ്പുറത്തുള്ള കൊമ്പിൽ ചെന്നിരിക്കാം. അത്രേ പണിയുള്ളൂ, അധികം സമയമെടുക്കില്ല. ഇതിനാണ് സദ്യോമുക്തി എന്ന് പറയുന്നത്. സദ്യ എന്നതിന് പെട്ടെന്ന് എന്നർത്ഥം. ഉടനെ തന്നെ ഈ ജന്മത്തിൽ മുക്തി ലഭിക്കുക, ഈ ജന്മത്തിൽ തന്നെ മുക്തി ലഭിക്കുക, അങ്ങനെ ലഭിക്കുന്നതിനാണ് സദ്യോമുക്തി എന്ന് പറയുക. പക്ഷെ ഉറുമ്പിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. പറക്കാൻ അതിന് സാധിക്കില്ല. അതെന്ത് ചെയ്യും? അത് ഇരിക്കുന്ന ആ കൊമ്പിൽ നിന്ന് നടന്ന് മെല്ലെ മെല്ലെ താഴത്തേക്കിറങ്ങി അവിടുന്ന് പിന്നെയും നേരെ നടന്ന് അടുത്ത മരത്തിലേക്ക് കയറി അങ്ങനെ ഉദ്ദേശിച്ച ആ കൊമ്പിലെത്തുന്നു. ഇതിനെയാണ് ക്രമമുക്തി എന്ന് പറയുക. പിപീലിക മാർഗം. അത് വഴിയായിട്ടാണ് ഓരോരോ ലോകത്ത് പോയി, ഗന്ധർവന്മാരുടെ ലോകത്ത് പോയി,
ദേവന്മാരുടെ ലോകത്ത് പോയി, അങ്ങനെ മുകളിലേക്ക് പോയി അവസാനം ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മദേവനിൽ നിന്ന് ശാസ്ത്രം അഭ്യസിച്ച് വിരക്തി വന്ന് അങ്ങനെ ജ്ഞാനമുദിച്ച് ബ്രഹ്മത്തിൽ ലയിക്കുന്നു. അതാണ് ക്രമമുക്തി. തസ്മാത് സർവാത്മനാ രാജൻ ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം. ഭഗവാനായ ശ്രീഹരി എല്ലാ വിധത്തിലും എല്ലാ കാലത്തിലും എല്ലാ കാര്യങ്ങളിലും മനുഷ്യർക്ക് ശ്രവണീയനും കീർത്തനീയനും സ്മരണീയനുമാണെന്ന് ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു തരുന്നു. യോഗങ്ങൾ അഭ്യസിച്ച് മുക്തി നേടുവാൻ സാധാരണക്കാർക്ക് സാധ്യമല്ല. അത്തരക്കാർക്കുള്ള ഒരേ ഒരു മാർഗം ഭക്തിയുടേതാണ്. അതുകൊണ്ട് വിവേകിയായ മനുഷ്യൻ ഭഗവത് ഭക്തി ഉണ്ടാകാനായി ഭഗവാന്റെ മഹിമ ശ്രവിക്കുകയും കീർത്തിക്കുകയും സ്മരിക്കുകയും തന്നെയാണ് ചെയ്യേണ്ടത്. പിബന്തിയേ ഭഗവത ആത്മനസ്സതം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം പുനന്തിതേ വിഷയ വിദൂഷിതാശയം വ്രജന്തി തച്ചരണസരോരുഹാന്തികം. സജ്ജനങ്ങൾക്ക് ആത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയാകുന്ന അമൃതത്തെ കാതുകളാകുന്ന കുമ്പിളുകളിൽ നിറച്ച് യാതൊരുവൻ പാനം ചെയ്യുന്നുവോ അവൻ വിഷയവാസനകളാൽ വിശേഷേണ ദുഷിച്ചിരിക്കുന്ന അന്ധക്കരണത്തെ ശുദ്ധീകരിക്കുന്നു. നിന്തിരുവടിയുടെ തൃപ്പാദപത്മങ്ങളുടെ സാമീപ്യത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. പരീക്ഷിത് മഹാരാജാവ് മഹർഷിവര്യനായ ശ്രീ ശുകബ്രഹ്മർഷിയോട് എന്താണ് കേൾക്കേണ്ടത്, എന്താണ് കീർത്തിക്കേണ്ടത്, എന്താണ് ജപിക്കേണ്ടത്, എന്താണ് സ്മരിക്കേണ്ടത് എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ സംശയങ്ങൾക്കെല്ലാം മഹർഷി ഉചിതമായ മറുപടി നൽകുന്നു. നിത്യനായ ജഗന്നിയന്താവിനെ സ്മരിച്ചുകൊണ്ട് ദ്വിതീയ സ്കന്ധം ദ്വിതീയാധ്യായം സാരാംശം സജ്ജനങ്ങൾക്കായി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.